ഇന്നലെ സൺഡേ അല്ലേ, അപ്പോൾ ചെറിയൊരു ഔട്ടിങ് പോകാമെന്ന് വിചാരിച്ചു. മറ്റേ ഇങ്ങോട്ടും അല്ല കേട്ടോ, വീടിൻ്റെ കുറച്ചടുത്തുള്ള കാഞ്ഞിരപ്പുഴ എന്ന് പറയുന്ന ഒരു ഉദ്യാനത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. അതായത് അവിടെ ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നല്ല വ്യൂസാണ് കേട്ടോ. ചെറിയ മഴക്കോളമൊക്കെ ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥ ആയതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഇറങ്ങിയത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് ഈ മഴയൊക്കെ ആയപ്പോൾ അങ്ങനെ അങ്ങോട്ട് വരാറില്ല കേട്ടോ. ഇതപ്പോൾ ഏകദേശം എന്താ ഇവിടെ എത്തി. ഇവിടെ കുറേ പേര് കൂടി നിൽക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. നമുക്ക് ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഒക്കെ കാണാൻ പറ്റുന്ന ഒരു നല്ല വ്യൂ ആണ് കേട്ടോ. കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. വെള്ളത്തിന് ഇഷ്ടമല്ല താരമുള്ളതല്ലേ, ഇങ്ങനെ വെള്ളം വീഴുന്ന കാണാനും. അതുപോലെ തന്നെ നമുക്ക് ഡാമിൻ്റെ ഷട്ടർ തുറന്നൊക്കെ ഇതായി ഇവിടുന്ന് നേരെ നോക്കി നമുക്ക് കാണാം കേട്ടോ. 3 ഷട്ടറും തുറന്നിട്ടുണ്ട് ഇപ്പോൾ മഴയത്ത്. നല്ല അത്യാവശ്യം തന്നെ നല്ല വെള്ളമുണ്ട് കേട്ടോ ഡാമിൽ. അതുകൊണ്ട് ചിലപ്പോൾ മുകളിലേക്ക് പോകാനുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ടാവും എന്നാണ് തോന്നുന്നത് കേട്ടോ. എന്തായാലും നമ്മൾ ഡാമിലെത്തിയിട്ടുണ്ട്. ഡാമിന് ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്കിതാ കോങ്ങാട് കുട്ടിശങ്കരൻ എന്ന ആനയുടെ പ്രതിമയാണ് കേട്ടോ അതാ ഇവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ മുകളിലേക്ക് ഡാമിൻ്റെ മുകളിലേക്കാണ് ആദ്യം പോകുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികളായതുകൊണ്ട് കുറച്ച് ഇരുട്ടുന്നതിന് മുന്നേ തന്നെ താഴെ ഇറങ്ങാമെന്ന് വെച്ചിട്ട് മുകളിലോട്ടാണ് കയറിപ്പോകുന്നത്. ഇത് ഡാമിന് മുകളിലേക്ക് പോകാനുള്ള എളുപ്പ വഴിയാണ് കേട്ടോ. കുറച്ച് അപ്പുറത്തൂടെ ഉണ്ട്, അത് പക്ഷേ ഇത്രയും അങ്ങോട്ട് നല്ല വഴിയല്ല. അപ്പോൾ നമുക്കിങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലേക്ക് എത്താം. അവിടെ ചെല്ലുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. മഴ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളവും അതുപോലെ നമ്മുടെ പ്രകൃതിയും മലകളും ഒക്കെ കൂടി കാണുമ്പോൾ നല്ല എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. അത് ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. അസ്തമയ സൂര്യനൊക്കെ ഇവിടുന്ന് കാണുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ. ഈ മുകളിലൂടെ ഇളം കാറ്റത്തുള്ള നടത്തമുണ്ടല്ലോ, നല്ല ചന്തമുണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് ഇതാ മല, നമ്മൾ വരുന്ന വഴിക്ക് ആ മല കാണാം കേട്ടോ. കുറച്ചും കൂടെ ഉള്ളിലോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ മല നമുക്ക് തൊട്ടടുത്തോടെ കാണാം കേട്ടോ. പക്ഷെ നമുക്ക് ഇവിടെ വരെ വരാനുള്ളത് കൊണ്ട് ഇപ്പോൾ തൽക്കാലം അത് കാണാൻ പറ്റില്ല. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അതാ താഴോട്ട് നല്ല ഗാർഡനെ നല്ല ഭംഗിയിൽ കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് വളരെ അടുത്തൊന്നും കാണാൻ പറ്റില്ല, അത് കുറച്ചുകൂടെ മുന്നോട്ട് പോയാലേ നേരെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ മുകളിലോട്ട് പോയി. പിന്നെ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ മഴയൊക്കെ പെട്ടെന്ന് വന്നാലോ, അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് താഴോട്ട് ഇറങ്ങാമെന്ന് കരുതി. പക്ഷേ എന്തായാലും ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു കാറ്റ് വരുന്നുണ്ട് കേട്ടോ. ആ കാറ്റത്ത് എന്ത് ഭംഗിയാണെന്നറിയോ, നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ്. ഞാൻ എന്തായാലും താഴത്തോട്ട് പോകാമെന്ന് കരുതി. മക്കൾക്ക് ചിൽഡ്രൻസ് പാർക്കിൽ പോയി കളിക്കാൻ വൈകിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ താഴത്തോട്ട് ഇറങ്ങാൻ കേട്ടോ. കുറേ വഴികളുണ്ട് ഇറങ്ങി പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് സാധാരണ പോകുന്ന വഴിയിലൂടെ വേറൊരു വഴി കൂടെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് പേരൊക്കെ കാണുന്നുള്ളൂ, കൂടുതൽ പേരും മറ്റേ സൈഡിലാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മളിതാ പോയി. ഇവിടെ അടുത്ത് കുറേ ചെടികളും മരങ്ങളും ഒക്കെ നിൽക്കുന്നുണ്ട്. അധികം പൂക്കളൊന്നുള്ള മരങ്ങളൊന്നും അങ്ങനെ കാണാനില്ല, എന്നാലും കുറേ ചെടികളാണ് കേട്ടോ. ചെറിയ ബുഷസൊക്കെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അത് ഈ ചെടിയിൽ കുറച്ച് പൂക്കുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് പോവാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് എവിടെ ഇരിക്കേണ്ടത് എന്താ കാണേണ്ടതെന്ന് അറിയാൻ പറ്റിയൊരു അവസ്ഥയാണ് കേട്ടോ. നമുക്ക് എന്നും വീട്ടിലിരിക്കുന്നവർക്ക് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ അതൊരു പ്രത്യേക ഒരു വൈബല്ലേ. എന്തായാലും ചിൽഡ്രൻസ് പാർക്കിൽ എത്തിയിട്ടുണ്ട്. മക്കളിതാ കയറി കളിക്കാൻ പോവുകയാണ് കേട്ടോ. കൂടുതൽ ഇവർക്ക് 2 പേർക്കും ഇഷ്ടം ഇങ്ങനെയുള്ള ഇതിൽ വഴുതി കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ ആൾക്ക് കേട്ടോ. അത് എവിടെ കണ്ടാലും അത് വിടാതെ അത് തന്നെ കയറിക്കോളും. ഇവിടെ അങ്ങനെ കുറേ റൈഡുകൾ വേറെ ഉണ്ട് കേട്ടോ. ഒരേപോലത്തെ റൈഡുകളാണ് കൂടുതലായിട്ടുള്ളത്. നമുക്കിത് ആ ഡാമിൻ്റെ സൈഡിലുള്ള ആ ഒരു വ്യൂ ഒക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ ചിൽഡ്രൻസ് പാർക്കിലാണ് കൂടുതൽ ആളുകളുള്ളത്. ഒക്കെ ചെറിയ കുട്ടികളെ കൊണ്ട് വരുന്നതല്ലേ, അപ്പോൾ അവർക്ക് കളിക്കാനും എൻജോയ് ചെയ്യാനുള്ള കൂടുതൽ സമയമാണ് ഇവിടെ എല്ലാവരും ചിലവഴിക്കുന്നത്. അതുപോലെ തന്നെ നല്ല സ്വിങ്ങുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഇതേപോലെ തന്നെ സീസോയും ഊഞ്ഞാലുകളും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ സംഭവവും ഉണ്ട്. അപ്പോൾ നമുക്ക് മക്കളെയൊക്കെ അതിൽ കയറിയിട്ടൊന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മൊത്തം ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാണ് കേട്ടോ. ചിലതിലൊന്നും ആളുകളില്ല, ചിലതൊക്കെ ഡാമേജായി വരുന്നുണ്ട്, എന്നാലും ചിലതൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ചെറിയ തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും അവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ടതേ മക്കൾ ക്ഷീണിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ 5 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ അമ്മ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുവാണേ. അങ്ങനെ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്നായി. അങ്ങനെ നമ്മൾ മക്കൾക്ക് കഴിക്കാനായിട്ട് പോപ്കോൺ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഐസ്ക്രീമാണ് ചോദിച്ചത്, പക്ഷേ പോപ്കോണിൽ ഞങ്ങൾ ഒതുക്കി. കാരണം ചുമയും ജലദോഷം മാറിയിട്ട് അധിക ദിവസമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് പോപ്കോൺ മതി എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ കെട്ടി നിർത്തിയ സ്ഥലമുണ്ട് കേട്ടോ. ഇതിൽ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ രാത്രി ഒരു 7 മണിക്ക് ശേഷം ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു മഴ വരുന്ന ലക്ഷണമുണ്ട്. മഴക്കോള് നന്നായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവിടെ ചുറ്റിയിട്ട് തിരിച്ചു പോകാമെന്നാണ് പറയുന്നത്.
അപ്പോൾ നമുക്ക് അങ്ങനെ ഇതാ പോകാനുള്ള സ്ഥലമെത്തി. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ബജ്ജി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ മക്കൾ അപ്പോഴേക്ക് കഴിച്ച് തീർത്തു കേട്ടോ. പിന്നെ തിരിച്ചു പോകാനുള്ള ടൈമായി. അതുണ്ടോ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. മേഘങ്ങളൊക്കെ ഒന്ന് ഇരുണ്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിലെത്താമെന്ന് വിചാരിച്ചു. പിന്നെ ഇരുട്ടായി കഴിഞ്ഞാൽ മക്കളെ കൊണ്ടൊക്കെ പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. നമ്മൾ ബൈക്കിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇവർക്ക് പോകാൻ ഇവിടുന്ന് മനസ്സൊന്നുമില്ല കേട്ടോ. ഇവർക്ക് ഇനി ഇവിടെ നിൽക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ ഇനി നമുക്ക് അടുത്തല്ലേ, ഇടയ്ക്കിടയ്ക്കൊക്കെ വരാമെന്നും പറഞ്ഞ് തൽക്കാലം പിടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ മാള് കുറച്ച് വഴക്കിട്ടിരിക്കുകയാണ്, കളിച്ച് മതിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും കുഴപ്പമില്ല, മാള് നമുക്ക് ഇനി വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഡാമിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ബൈക്കിൽ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട് ഏകദേശം എത്താറായി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.